വാർത്തകൾ നോക്കാം. തിരുവനന്തപുരത്ത് 1.5 വയസ്സുകാരനെ അമ്മയുടെ സഹോദരി കിണറ്റിലെറിഞ്ഞു കൊന്നു. വിളപ്പിൽശാല സ്വദേശി ശ്രീകണ്ഠന്റെ മകൻ അനന്തനാണ് മരിച്ചത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, അതീവ ദാരുണമായൊരു സംഭവമാണ്. വായിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ മനസ്സിലൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം. 1.5 വയസ്സുള്ള കുഞ്ഞിനെയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ശ്രീകണ്ഠൻ എന്നയാളുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരി മഞ്ജുവാണ് കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞത്. കാട്ടാക്കട അഗ്നിരക്ഷാ സേന സ്ഥലത്ത് ഉടനെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷേ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ മഞ്ജുവിന് മാനസിക വെല്ലുവിളി നേരിടുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കളും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. നേരത്തെ തന്നെ മാനസിക വെല്ലുവിളി നേരിട്ടിരുന്നു. വീടിനടുത്തേക്കൊക്കെ കുട്ടിയെ പലതവണ എടുത്തുകൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു അപകടകരമായ സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല തന്നെയാണ് പരിസരവാസികളൊക്കെയും പറയുന്നത്. ഏതായാലും കുഞ്ഞിന്റെ പിതാവ് ശ്രീകണ്ഠന്റെ ആദ്യ ഭാര്യയായിരുന്നു ഈ മഞ്ജു. രണ്ടാം പ്രസവത്തോടെ തന്നെ മഞ്ജുവിന്റെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. പിന്നാലെ ശ്രീകണ്ഠൻ മഞ്ജുവിന്റെ അവിവാഹിതയായ ചേച്ചിയെ കല്യാണം കഴിക്കുകയായിരുന്നു. അതിലുള്ള കുഞ്ഞിനെയാണ് ഇപ്പോൾ കിണറ്റിലെറിഞ്ഞ് കൊന്നിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ വിളപ്പിൽശാല പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ നാടിനെ നടക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം വ്യക്തമാകും മാനസിക വെല്ലുവിളി നേരിട്ടത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈരാഗ്യം ഇതിന് പിന്നിൽ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ. ദിവ്യ. ശരി വിഷ്ണു, തിരുവനന്തപുരത്ത് 1.5 വയസ്സുകാരനെ അമ്മയുടെ സഹോദരി കിണറ്റിലെറിഞ്ഞു കൊന്നു. വിളപ്പിൽശാല സ്വദേശി ശ്രീകണ്ഠന്റെ മകൻ അനന്തനാണ് മരിച്ചത്. വിവരങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്.